ഓം ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്ക്തിയിൽ അടുത്ത വിഷയം എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിന് അല്ലെ ആഗ്രഹ ലബ്ധിക്ക് വേണ്ടി നമ്മൾ എന്ത് പരിഹാരമാണ് കഴിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു തൊഴിൽപരമായ രംഗത്ത് അച്ചീവ് ചെയ്യുക, ഒരു സർക്കാർ ജോലി ലഭിക്കപ്പെടുക, ഒരു സർക്കാർ പരീക്ഷ വിജയിക്കുക, ഒരു വിദേശ യാത്ര നമ്മൾ ആഗ്രഹിക്കുക, വിദേശത്ത് പോകാൻ വേണ്ടി പരീക്ഷകൾ പാസ്സാവുക, ദാമ്പത്യപരമായ മംഗല്യപരമായ സിദ്ധി ഉണ്ടാകുക, നമ്മൾ ആഗ്രഹിക്കുന്ന വധുവിനെ അല്ലെ വരനെ നമുക്ക് ലഭിക്കപ്പെടുക, അങ്ങനെ നമ്മളൊരു വസ്തു വാങ്ങുക, വീട് വെക്കുക, നമ്മൾ സമ്പാദ്യപരമായ ഒരു ഉയർച്ച ഉണ്ടാകുക, നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മുന്നേറ്റം എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആഗ്രഹലബ്ധി ഇല്ലാത്തവരാരുമില്ല. നമ്മുടെ പണ്ടൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങൾ കുന്നോളം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് മൊട്ടോളം നമുക്ക് ലഭിക്കപ്പെടുന്നു പറയുന്നത്. ആഗ്രഹത്തിന് ഒരു പരിധിയൊന്നുമില്ല, നമുക്ക് എത്ര വേണേലും നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കും. പക്ഷെ ആഗ്രഹം നമുക്ക് സബലീകരിക്കാൻ നമ്മൾ അതിനു വേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഭാഗ്യം കൂടെ, ഒരു ലക്ക് നമുക്ക് ലഭിക്കപ്പെടും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവീ ദേവന്മാരുടെ ക്ഷേത്രം, നമ്മൾ നിത്യേന പോയി തൊഴുന്നതാവാം, അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നടത്തി അതിന് നമുക്ക് ഫലം ലഭിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഏതാണെങ്കിലും ആ ക്ഷേത്രത്തിൽ ആ ദേവീ ദേവന്മാർക്ക് നേദ്യം കൊടുക്കുന്ന ഏത് സാധനമാണോ, പാലാവാം, പഴമാവാം, പഞ്ചസാരയാവാം, ശർക്കരയാവാം, അതെന്തുമാവാം, അവിടുത്തെ നേദ്യം അറിഞ്ഞിട്ട് ആ നേദ്യം ഏതാണോ വെക്കുന്നത് ആ നേദ്യത്തിനനുസരിച്ചുള്ള സാധനത്തെ വെച്ചുകൊണ്ട് അവരവരുടെ തൂക്കത്തിനുള്ള തുലാഭാരം ഭഗവാൻ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആ പറയുന്ന തുലാഭാരം വഴിപാട് പറഞ്ഞ് ആ വഴിപാട് പറയുന്ന കാലയളവ് മുതൽ നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാവുകയും സബലീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത്. ഈ ഒരു ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹ സാഫല്യ വഴിപാട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു വഴിപാടിന്റെ പങ്ക്തിയുമായി കാണാം. ജ്യോതിഷത്തിന്റെ നേർക്കാഴ്ചയിൽ നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.